എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മളിന്ന് ഒരു കല്യാണത്തിന് പോവാണ്. കല്യാണം കഴിഞ്ഞു, അതിൻ്റെ റിസപ്ഷനാണ്. അപ്പോൾ നമ്മൾ എൻ്റെ അടുത്ത ടീം കോമഡി മാസ്റ്ററിൻ്റെ എല്ലാവരും അവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും അരുൺ ബ്രോയും വിഷ്ണു ബ്രോയും കൂടി ഞങ്ങൾ എറണാകുളത്ത് തിരിച്ചു. പോകുന്ന വഴിക്ക് നമ്മൾ നേരെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നിന്ന് തൊഴാമെന്ന് വെച്ചു. അപ്പോൾ അന്ന് നമ്മൾ പോകുന്ന സമയത്ത് നല്ല തിരക്കാണ്. അപ്പം ക്യൂ നിന്ന് തൊഴാനൊക്കെ വലിയ പാടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സുഹൃത്ത് ഗ്രീഷ്മയുടെ അച്ഛനെ വിളിച്ചു. അച്ഛൻ നമുക്ക് അവിടെ വേണ്ട സജ്ജീകരണമൊക്കെ ചെയ്തു തന്നു. സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ. അപ്പം ഗ്രീഷ്മയുടെ അച്ഛൻ ഉണ്ടായില്ലെങ്കിൽ ഇന്ന് നമുക്ക് തൊഴാൻ പറ്റില്ല. ഇതാണ് ഗ്രീഷ്മയുടെ അച്ഛൻ താടി വെച്ചത്, ഗിരീഷ് ഭായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ലൊരു ഇടപെടൽ മൂലം നമുക്കിന്ന് നല്ല രീതിയിൽ തൊഴാൻ പറ്റി. അങ്ങനെ അവിടുന്ന് നമ്മൾ ചുറ്റമ്പലം ഒന്ന് നടന്ന് തൊഴുതു. തിരിച്ച് നമ്മൾ നേരെ തിരിച്ച് വണ്ടി പാർക്ക് ചെയ്യുന്ന അടുത്തേക്ക് നീങ്ങുകയാണ്. പോകുന്ന വഴിക്ക് അപ്പോൾ നമുക്കിനി ഭക്ഷണം കഴിക്കണം. അത് കഴിഞ്ഞ് നേരെ നമുക്ക് ചങ്ങരംകുളം, അവിടെയാണ് നമുക്ക് പോകേണ്ടത്. എടപ്പാളിനും ചങ്ങരംകുളം ഇടയിലാണ് നമുക്ക് പോകേണ്ട സ്പോട്ട്. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു. കാരണം നമുക്കത് ഒട്ടും പ്രതീക്ഷിച്ചില്ല നമുക്ക് അവിടെ തൊഴാൻ പറ്റുമെന്നൊന്നും. കാരണം പല പ്രാവശ്യവും നമ്മൾ അതിലെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് അമ്പലത്തിൽ കയറി തൊഴാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ഭഗവതി അനുഗ്രഹിച്ചു. അതിന് പ്രത്യേക നന്ദി ഗ്രീഷ്മയ്ക്കും ഗ്രീഷ്മയുടെ അച്ഛനുമാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ഫോട്ടോസും സ്റ്റില്ലൊക്കെ എടുത്ത് നമ്മൾ അവിടുന്ന് നേരെ തിരിച്ച് ബാക്ക് ടു ചങ്ങരംകുളത്തേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ വണ്ടിയിലേക്ക് എത്തി. വണ്ടിയിൽ നമ്മൾ വേറെ സുഹൃത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടോട്ടൽ 4 പേരും കൂടിയിട്ടാണ് അവിടുന്ന് ഇറങ്ങിയത്. നേരെ തിരിച്ച് വീണ്ടും ചങ്ങരംകുളം ഭാഗത്തേക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പം നമുക്കതിനുള്ള സൗകര്യം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ട്രാഫിക് ഞായറാഴ്ച ആയതുകൊണ്ട് ചെറിയ ഇതിലുണ്ട്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മളിപ്പം ഏകദേശം ചാവക്കാട് ഭാഗത്തെത്താറായി. അപ്പം ചാവക്കാട് നിന്ന് കഴിക്കാം എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അപ്പം നമ്മളെന്ത് ചെയ്തു, ചാവക്കാട് ബീച്ച് വഴി വിട്ടു. ആ ബീച്ച് വഴിയിൽ അവിടെ ഒരു ചെറിയൊരു കട, ഒരു ഉമ്മ നടത്തുന്ന കടയാണ്. അവിടെ നല്ല മീൻ വറുത്തതും ചോറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കയറി കഴിക്കാൻ നോക്കിയിട്ട് അതിൽ കൂട്ടത്തിൽ 2 പേർക്ക് വേണ്ട അവിടുന്ന് കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. അടുത്ത സ്ഥലത്ത് നമ്മൾ ഇതേപോലെ കഴിച്ചു കേട്ടോ. പക്ഷെ വളരെ മോശമായിരുന്നു ഭക്ഷണം. അപ്പോൾ ഇനി ഒരിക്കലും നമ്മൾ അകത്ത് കയറില്ല. അങ്ങനെ ലൈറ്റ് ഹൗസൊക്കെ പാസ് ചെയ്ത് നമ്മൾ വീണ്ടും ചങ്ങരംകുളം ഡയറക്ഷനിലേക്ക് എത്തി. ചങ്ങരംകുളം ടൗണ് പാസ് ചെയ്യുന്നു. നമ്മൾ നേരെ ചെന്നത് നിർമ്മാല്യം റെസിഡൻസിയിലായിരുന്നു. അവിടെയാണ് ഡയാനയും മറ്റ് ഫ്രണ്ട്സൊക്കെ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് താഴെ റിസപ്ഷനിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ചായ കുടിച്ച് വെയിറ്റ് ചെയ്തു. കാരണം 5 മണിയോടുകൂടി ഡയാനയ്ക്ക് പോകാനുള്ള വണ്ടി വന്നു. ഡയാനെ റിസപ്ഷനിൽ അങ്ങോട്ട് പോയി. VVK കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ദേവലോകം എടപ്പാളിൽ അനുചേട്ടനും ടീം അവിടെ ഉണ്ട്. നോബിച്ചേട്ടൻ, കുട്ടിയാക്കിൽ, രാഹുൽ, രാമചന്ദ്രൻ, അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ വെച്ച് ഒരു ഗ്രൂപ്പ് സെൽഫിയും ഒക്കെ എടുത്ത് നമ്മൾ നേരെ റിസപ്ഷനിലേക്ക് ഉള്ള സ്ഥലത്തേക്ക് എത്തി പോവാണ്. അവിടെ
നമ്മൾ പെട്ടെന്ന് പോയിട്ട് എല്ലാവരും ചേർന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. കാരണം അത് ശേഷം തിരിച്ചു പോകലാണ്. അതുകൊണ്ട് അതിനുശേഷം നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനുള്ള ഇതിലേക്ക് എത്തി. നല്ല ഭക്ഷണമായിരുന്നു. അതെല്ലാം ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം കൂടി എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച് അങ്ങനെ നല്ലൊരു മൂമെൻറ്റ്സ് ആണ് കേട്ടോ. അപ്പം സ്ഥിരം രാഹുൽ രാമേന്ദ്രൻ പറയുന്ന ഒരു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കൂടെ വിമർശനങ്ങളും. അപ്പോൾ എന്നാൽ അങ്ങനെ ആവട്ടെ.